കുറച്ച് വെള്ളം തരുമോ, കുറച്ച് വെള്ളം തരുമോ, അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം. ഇപ്പൊ നമ്മള് ഫ്ലൈറ്റിലൊക്കെ എയർ ഹോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ എയർ ഹോസ്റ്റേഴ്സിന് അധികം ഉപയോഗിക്കാറില്ല, നമ്മള് ക്യാബിൻ ക്രൂ എന്ന് വെച്ചിട്ടാണ് പറയാറ്. ഇപ്പൊ ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞാൽ അതിൽ മെയിലും ഫീമെയിലും വരും. എയർ ഹോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഫീമെയിൽ മാത്രമാണ്. ഈ ഫ്ലൈറ്റ് അറ്റൻഡന്റ് അവരെയാണ് നമ്മൾ എയർ ഹോസ്റ്റേഴ്സ് എന്ന് പറയാം. പക്ഷെ അതിപ്പോ അധികം ഉപയോഗിക്കാറില്ല. അധികം പേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാബിൻ ക്രൂ എന്നാണ് പറയാറ്. അപ്പോ നമ്മളെ സബ്ജക്റ്റ് അതല്ല. ഇപ്പൊ കുറച്ച് വെള്ളം തരുമോ. ഇപ്പോ പലരും ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന പലരും അത് ചോദിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വാട്ടർ എന്ന് പറഞ്ഞാൽ കിട്ടും. വാട്ടർ പ്ലീസ്, ഗീവ് മീ വാട്ടർ, ക്യാൻ യു ഗീവ് മീ സം വാട്ടർ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കിട്ടും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയണം അല്ലെ, ഇവരെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കണം. അപ്പൊ അതെങ്ങനെ പറയുന്നതാണ്. അപ്പൊ പല രീതിയിലും പറയാം. അപ്പൊ ഏറ്റവും നല്ലത് മേ വെച്ചിട്ട് പറയാം. മേ ഐ ഹാവ് സം വാട്ടർ. മേ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ ക്യാൻ യു ഗീവ് മീ, അതായത് നൽകുമോ. മേ ഐ ഹാവ് സം വാട്ടർ. അല്ലെങ്കിൽ കുഡ് വെച്ചിട്ട് കുഡ് ഐ ഹാവ് സം വാട്ടർ, അല്ലെങ്കിൽ ക്യാൻ വെച്ചിട്ട് ക്യാൻ ഐ ഹാവ് സം വാട്ടർ. അപ്പൊ ക്യാൻ വെക്കുമ്പോൾ അതിൽ വലിയ ബഹുമാനമില്ല. ക്യാൻ ഐ ഹാവ് സം വാട്ടർ അങ്ങനെയും പറയാം. ഇനി ഗെറ്റ് വെച്ചിട്ട് മേ ഐ ഗെറ്റ് സം വാട്ടർ, കുഡ് ഐ ഗെറ്റ് സം വാട്ടർ, ക്യാൻ ഐ ഗെറ്റ് സം വാട്ടർ അങ്ങനെയും പറയാം. ഇനി അടിപൊളി വേറെ യൂസേജ് ആണ് വുഡ് ലൈക്ക് വെച്ചിട്ട്. ഇപ്പൊ ഐ വാണ്ട് സം വാട്ടർ എന്നതിന് പകരം ഐ വുഡ് ലൈക്ക് സം വാട്ടർ അങ്ങനെ പറയാം. ഐ വുഡ് ലൈക്ക് സം വാട്ടർ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 ബോട്ടിൽ വെള്ളം കിട്ടും. ഉറപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സോ ഗൈസ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും പഠിക്കാം. നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ നിങ്ങളെ ഓൺലൈൻ